ആളുകൾ കുത്തി ചോർത്തി കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ പറയാ. നമുക്ക് വേണോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ കുന്ന് നമുക്ക് ആവശ്യമുണ്ടോ? അത് തീരുമാനിക്കേണ്ടത് നമ്മളായിരുന്നു. നമ്മൾ തീരുമാനിക്കാറില്ലാത്തത് കൊണ്ട് കുന്ന് അനാഥമാണ്. കുന്നിന് അപ്പനും അമ്മയും അച്ഛനും അമ്മയും ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത കുന്നിന് ആരോഗ്യം വേണ്ടവരെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഈ പരിസര പ്രദേശത്തുള്ള മുഴുവൻ കുന്നുകളും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് എന്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴും ശശി തച്ചുപാറ കുന്നിനെ കുറിച്ച് പറയുകയായിരുന്നു. ഈ ഓട്ടുപാറ കുന്നിന്റെ പരിസരത്തുള്ള ഈ സ്കൂളിനെ ഈ സോനേറിലെ എഴുതിയിട്ടുള്ള ഒരാൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് ചത്താൽ കുഴിച്ചിടാൻ 6 അടി മണ്ണില്ലാത്ത മനുഷ്യരെ മറവ് ചെയ്യുന്ന കുന്നിന്റെ ഓരത്തെ സ്കൂൾ എന്നാണ്. അത് ഒരു വലിയ രാഷ്ട്രീയ നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സ്കൂളിനെ അടയാളപ്പെടുത്തുമ്പോൾ അതിന്റെ പരിസരത്തുള്ള കുന്നിന്റെ പ്രാധാന്യം ആ ലേഖകൻ കണ്ടിട്ടുള്ളത് ചത്താൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് പോലും ഇല്ലാത്ത മനുഷ്യരെ മറവ് ചെയ്യുന്ന ഒരു കുന്നിന്റെ ഓരത്തെ സ്കൂൾ എന്നാണ്. 100 കൊല്ലം തികയുന്ന ഈ സ്കൂളിനെ കുറിച്ച് ഇറക്കിയിട്ടുള്ള ഈ ഒരു മാസിക എനിക്ക് മുഴുവൻ അങ്ങനെ കാര്യമായിട്ട് വായിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഞാൻ മറിച്ചു നോക്കിയ 3-4 ലേഖനങ്ങളിൽ നിന്നും അതിന്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊരു 100 കൊല്ലത്തെ കനത്ത ചരിത്ര രേഖ ആണ്. ആ ചരിത്ര രേഖ സ്കൂളിൻ്റെത് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഒരു സ്കൂള് അത് ഉണ്ടായി വളർന്നു വലുതായി വികസിച്ചു എന്ന് മാത്രം പറയുന്ന ഒരു ചരിത്ര രേഖയല്ല. ഒരു സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ ചരിത്രത്തിനും ആ സ്കൂളിൽ തമ്മിലുള്ള പരസ്പര ബന്ധം അവ എങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതിലെ ഓരോ ലേഖനങ്ങളും എടുത്തു പറയുന്ന കാര്യമാണ്. ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഹൃദയം തന്നെയാണ്. ഒരു സ്കൂളില്ലാത്തൊരു നാട്. ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ ഒരു കാര്യമുണ്ട്. പളുങ്കുമാലകൾ നീക്കാൻ വന്ന ഒരു പെൺകുട്ടി അവളുടെ സൗന്ദര്യം കൊണ്ട് ഈ ഫോട്ടോ എടുപ്പുകാരുടെ ശ്രദ്ധ ആകർഷിക്കുകയും അവള് വൈറലായി തീരുക. ഈ അടുത്ത് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു വ്യവസായി അവളെ കൊണ്ടുവന്ന് അവളെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കാര്യം. പക്ഷെ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ടോ ചോദിച്ചപ്പോൾ സ്കൂളോ അതെന്താ? ഇതാണ് ഇന്ത്യൻ അവസ്ഥ. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സ്കൂള് കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് ഒരു 10-16 വയസ്സായിട്ടുണ്ടാവുള്ളൂ. സ്കൂള് കണ്ടിട്ടില്ലാത്ത മക്കളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്കൂൾ കണ്ടിട്ടില്ലാത്ത പളുങ്കുമാല വെക്കുന്ന ഒരു കുട്ടിയല്ലേ, അനേകായിരം കുട്ടികൾ ഉള്ള സ്കൂളില്ലാത്ത ഗ്രാമങ്ങളുള്ള വിദ്യാഭ്യാസം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത തലമുറകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്വപ്നം എന്തായിരുന്നു? 100 കൊല്ലം മുമ്പ് പാവനൂർ സ്കൂൾ ഉണ്ടാകുന്നു. നമ്മുടെ സ്വപ്നം എന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ സ്വതന്ത്ര ഇന്ത്യയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനം എല്ലാവർക്കും ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസം ഇല്ലാതെ, ജാതി വ്യത്യാസമോ വ്യത്യാസമോ വർഗ വ്യത്യാസമോ ലിംഗ വ്യത്യാസമോ ഇല്ലാതെ എല്ലാ മക്കൾക്കും സാർവത്രികമായ വിദ്യാഭ്യാസം, സൗജന്യമായ വിദ്യാഭ്യാസം. അതായത് അടിസ്ഥാനമായ കാര്യം. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും മറ്റൊക്കെ നേതൃത്വത്തില് ഇന്ത്യയുടെ രൂപീകരണം അതല്ലെങ്കിൽ അതിന്റെ രാഷ്ട്ര നിർമ്മാണം നടക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അത് വിഭാവന ചെയ്തത് ഇന്ത്യ പോലെയുള്ള ഒരു ദരിദ്ര രാജ്യത്ത് എല്ലാ കുട്ടികൾക്കും സാർവത്രികവും സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. സാർവത്രിക വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞത്, ഏതാനും പ്രമുഖ വിദ്യാഭ്യാസം എന്നല്ല. അപ്പൊ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട്. നിർഭാഗ്യവശാൽ ഈ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് 75 ആണ്ട് കഴിഞ്ഞു നിൽക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു സ്കൂളോ അതെന്താ? ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. അവിടെയാണ് കേരളത്തിലെ നമ്മുടേതുപോലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും അതിനോട് ബന്ധപ്പെട്ട് വന്ന ചിന്തകളിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമായിരുന്നു. കാരണം അറിവ് ആയുധമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചിരുന്നു. അറിവ് ആയുധമായതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രത്യേകിച്ചും നവോത്ഥാന മുന്നേറ്റങ്ങളും അതിനുശേഷം അതിന്റെ ധാരയായിട്ട് നടന്ന സ്വാതന്ത്ര്യ സമരവും ഒക്കെ തന്നെ ഊന്നൽ കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിലെ കേരളം ഊന്നൽ കൊടുത്ത 2 കാര്യങ്ങൾക്കായിരുന്നു. ഒന്ന് വായനശാലകൾക്ക്, മറ്റേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. വായനശാലകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങി വീടുവീടാന്തര കയറി ഇറങ്ങി ഓരോരോ പുസ്തകങ്ങളായി സമ്പാദിച്ച് അതെല്ലാം ഒരു സ്ഥലത്ത് സെന്ററിൽ കൊണ്ടുവന്ന് വെച്ച് അത് ആളുകളിലേക്ക് എത്തിച്ച് വായിപ്പിക്കുക. എന്തിനാണ് വായിപ്പിക്കുന്നത്? സ്വാതന്ത്ര്യ സമരം നയിക്കണമെങ്കിൽ അറിവ് കൂടിയേ തീരുള്ളൂ.
അറിവ് ഉണ്ടാകണമെങ്കിൽ പുസ്തകങ്ങളിലേക്ക് പോകണം നമ്മൾ. അതിനാൽ തന്നെ എല്ലാവരും പുസ്തകം വായിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം യാതനകൾ അനുഭവിക്കാനായിട്ട് പണിക്കർ സാർ തയ്യാറായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് വായനശാല ഗ്രന്ഥശാല പ്രസ്ഥാനം ഇന്ന് നമ്മൾ അതിന്റെ ഒരു സമ്പുഷ്ടാവസ്ഥയിലാണെന്നൊക്കെ പറയാം അതിന്റെ തുടക്കം ചെയ്തത്. അപ്പോ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരൊറ്റ ധാര അല്ല, അനേകം ധാരകളാണ്. നമുക്കറിയാം, ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടം, സ്ത്രീകളുടെ നടക്കുന്ന അക്രമങ്ങൾക്കും അവരുടെ താഴ്ന്ന പദവിക്കും എതിരായിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ജന്മാവകാശങ്ങൾക്ക് വേണ്ടി, അങ്ങനെ നിരവധി ധാരകൾ ഒന്നു ചേർന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നമ്മളെ സത്യത്തിൽ നടത്തിയത്. ബ്രിട്ടീഷുകാർക്ക് എതിരായ ഒരൊറ്റ പോരാട്ടം മാത്രമായിരുന്നില്ല അത്. ആദ്യം നമ്മൾ സ്വയം സ്വതന്ത്രരാവുക. അങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി മഹാന്മാരായിട്ടുള്ള സമൂഹ പരിഷ്കർത്താക്കൾ നമുക്കുണ്ടായത്. ആ സമൂഹ പരിഷ്കർത്താക്കൾ ജാതി വേണ്ട, മതം വേണ്ട, അല്ലെങ്കിൽ ഒരൊറ്റ ദൈവം മനുഷ്യനെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചിന്തകൾ അദ്ദേഹം പല സമൂഹ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വയ്ക്കുന്നു, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ സംഭവ ബഹുലമായ, ആരോഗ്യകരമായ, ഏറ്റവും ലക്ഷ്യബോധത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്കായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കേരളം വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ പറ്റിയും അറിവിനെ പറ്റിയും നമുക്ക് ലഭിച്ച ആദ്യത്തെ ആഴമുള്ള തോന്നൽ തന്നെ കാണുന്നു. 100 വർഷം ഒരു സ്കൂള് തികയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് വലിയ അഭിമാനം തോന്നുന്നത്. നാഗലശ്ശേരി സ്കൂൾ അതിന്റെ 100 വർഷം തികയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നുന്നത് അതുകൊണ്ടാണ്. കേരളത്തിലെ പല സ്കൂളുകൾ, ഞാൻ ഈ അടുത്ത കാലത്ത് വയനാട്ടിലുള്ള ഒരു കൊച്ചു സ്കൂള്, LP സ്കൂളാണ്, അത് അതിന്റെ നൂറ്റാണ്ട് ഒരു 100 വർഷം തികയുന്നത് അതുപോലെ വേറെ സ്കൂളുകൾ, 2-3 സ്കൂളുകൾക്ക് ആശംസ നേരുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഫോണിൽ വിളിക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ 100 വർഷം തികയുന്ന ഒരുപാട് സ്കൂളുകളുടെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഉത്തരേന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ പല ഗ്രാമങ്ങളിലും സ്കൂളുകൾ എന്നത് എന്തെന്നറിയാത്ത മക്കൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ കുട്ടികളെ കുറിച്ച് സങ്കടപ്പെടുമ്പോൾ തന്നെ എന്താണ് ഇന്ത്യ നേടിയ നേട്ടം എന്ന് പറയുന്നത്, എവിടെയാണ് അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്? സാമ്പത്തികമായി ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂടം പറയുമ്പോഴും യഥാർത്ഥ അവസ്ഥ ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ സ്കൂളിന്റെ 100ാം വാർഷികം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ഞാൻ 40 വർഷം മുമ്പ് കാണുമ്പോൾ ഈ പ്രധാന കെട്ടിടവും അതിനോടനുബന്ധമായിട്ടുള്ള അന്നത്തെ UP സ്കൂളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് മനോഹരമായിട്ട് വികസിച്ചിരിക്കുന്നു, വളർന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഗവൺമെന്റ് സ്കൂളുകൾ അതുപോലെ അല്ലെങ്കിൽ ചെറിയ മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ താഴേക്ക് പോയി ഇല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ 2-3 ദശകങ്ങളിലേക്ക് നമ്മൾ കാണുന്നത്. കുട്ടികൾ കുറയുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്നു, മറ്റ് പലതരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മാത്രമല്ല എഡ്യൂക്കേഷന്റെ തന്നെ മറ്റൊരു തലം ഇവിടെ ഉയർന്നു വന്നു. പണമുള്ളവരുടെ മക്കൾക്ക്, അതല്ലെങ്കിൽ കുറച്ചും കൂടി അറിവുള്ളവരുടെ മക്കൾക്ക്, സാധ്യതകളുള്ളവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള മറ്റ് സ്കൂളുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. അത് ആകർഷണീയമാകുന്നു. അതാണ് ഏറ്റവും കുട്ടികളുടെ ഭാവിക്ക് നല്ലത് എന്ന് തീരുമാനപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളെ എന്ത് കടം വാങ്ങിയിട്ടായാലും അത്തരം സ്കൂളുകളിൽ പഠിപ്പിക്കുക ആണ് വേണ്ടത് എന്ന തീരുമാനത്തിന്റെ ഫലമായി സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറുകയുണ്ടായി. സ്കൂളുകൾ തെരഞ്ഞെടുക്കപ്പെടുകയല്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. ഉള്ള സ്കൂളുകളിലേക്ക് മക്കളെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഊന്നൽ കൊടുത്തിരുന്ന കാര്യം. കാരണം പലപ്പോഴും സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ മടിച്ചിരുന്ന പല കാലഘട്ടങ്ങളിലും കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് മാറിയിട്ട് സ്കൂളുകളുടെ സാധ്യത മനസ്സിലാക്കുകയും അത് കൂടുതൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിന് കുട്ടികളെ, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി. അതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഈ പല തരം ഒരു തരത്തിൽ ദരിദ്ര മാനേജ്മെന്റുകൾ എന്ന് പറയാവുന്ന മാനേജ്മെന്റ് സ്കൂളുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ തന്നെ പിന്നോക്കം പോകാൻ തുടങ്ങി. പക്ഷെ ഒരു അവയർനെസിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ വലിയ മാറ്റം വരുന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ നാട്ടുകാരുടെ, രക്ഷിതാക്കളുടെ, അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരുടെ, അവിടുത്തെ പൊതുപ്രവർത്തകരുടെ ഒക്കെ തന്നെ താല്പര്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഒരു സ്കൂളിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ജീവവായുവിനെ പിടിച്ചു നിർത്തുന്നത് പോലെ പ്രധാനമാണ് എന്ന് കരുതുന്ന കുറച്ച് ടീച്ചർമാരുടെ ഒരു സ്കൂളിന്റെ മുമ്പിലാണ് എൻ്റെ വീട്.
അവിടെ ഞങ്ങളുടെ വീട്ടിൽ മുളകുന്നതാവില് ഞാൻ ആദ്യമായിട്ട് 1968 ജോലി കിട്ടിയിട്ട് തിരൂർ സ്കൂളിൽ ജോയിൻ ചെയ്തു. തിരൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂരിലെ തിരൂര്. അവിടെ ജോലി ചെയ്തിട്ട് ആദ്യത്തെ സബ് ജില്ലാ കലോത്സവത്തിന് വരുമ്പോഴാണ് ഈ കലാസന്ധി UP സ്കൂൾ എന്ന് പറഞ്ഞ കുഞ്ഞു സ്കൂളിനെ കാണുന്നത്. ആ കുഞ്ഞു സ്കൂളിൽ പിന്നെ ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ കുഞ്ഞു സ്കൂൾ ഒരുപക്ഷെ ആ നാടിന്റെ ഹൃദയമിടിപ്പ് തന്നെയായിരുന്നു. ഒരുപാട് മക്കൾ അവിടെ പഠിക്കാനെത്തിയിരുന്നു. ഇന്ന് അവിടുത്തെ ടീച്ചേഴ്സ് ചെയ്യുന്നത് എല്ലാം സൗജന്യമായിട്ട് കൊടുത്ത് കുട്ടികളെ ക്ലാസ് മുറികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. ഡിവിഷൻ കോഡുകൾ വന്ന് പല ഡിവിഷനും പോയി ഒരു ക്ലാസ്സിൽ 4 കുട്ടി 5 കുട്ടി വീതമൊക്കെയാണ് ഇരിക്കുന്നത്. ആ രീതിയിൽ ആ സ്കൂളിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അതിന്റെ സ്റ്റാഫ് പെടാപ്പാട് പെടുകയാണ്. അങ്ങനെയുള്ള എത്രയോ സ്കൂളുകൾ പൂട്ടിപ്പോയി, എത്രയോ സ്കൂളുകൾ നമുക്കുണ്ട്. സ്കൂളുകൾ പൂട്ടിപ്പോകുന്നത് ആശാസ്യമല്ല എന്ന് നമുക്കറിയാം. മറ്റേ ഷാപ്പുകൾ പൂട്ടിപ്പോട്ടെ, അത് പൂട്ടിപ്പോവുകയും സ്കൂളുകൾ അല്ലെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങൾ, വായനശാലകൾ പൂട്ടിപ്പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തെ, സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ചൂണ്ടുപലക ആവുന്നത്. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ, പൊതുവെയുള്ള ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നഗരശ്ശേരി സ്കൂളിനെ, വാവനൂർ സ്കൂള് എന്ന് പറയുന്ന ഈ സ്കൂളിന് ഉണ്ടായിട്ടുള്ള വലിയ പുരോഗതിയും അല്ലെങ്കിൽ വലിയ വളർച്ചയും പൂട്ടിപ്പോവുകയല്ല, വളരുകയാണ് ഉണ്ടായത്. 700-ലധികം കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. 35-ലധികം സ്റ്റാഫ് ഉണ്ട് അല്ലേ? കറക്റ്റാണോ? അതെ, അത്രയധികം സ്റ്റാഫ് ഉണ്ട്. ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യുന്നതാണ് എൻ്റെ മകള്. അവളും ആ ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ആഹ്ലാദവതിയായിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒപ്പം നാട്ടുകാരെ, PTA, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അവിടുത്തെ പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്ന് സ്കൂളിൽ കേന്ദ്രീകരിക്കുമ്പോഴേ സ്കൂൾ നിലനിൽക്കുള്ളൂ. ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും സ്കൂൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും ആശങ്കാജനകമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന നമ്മുടെ മക്കളുടെ ഭാവി തന്നെയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതോ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതോ നമ്മളെല്ലാം ടെക്നോളജിയാണ്. ടെക്നോളജി വളർത്തുന്ന ഒരു കുഞ്ഞുങ്ങളെ കടിഞ്ഞാണിടാൻ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ അധ്യാപകരായാലും വീട്ടിൽ മാതാപിതാക്കളായാലും ഇന്ന് വല്ലാത്ത ആശങ്ക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വലിയ അസന്തുലിതാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഭാഗത്ത് ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് സംഭവിക്കുന്നത്, ഒരു വശത്ത് സ്കൂള് വിദ്യാഭ്യാസമേ ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ, കോടാനുകോടി മനുഷ്യരുണ്ടാവും. അങ്ങനെ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ആരും അത്തരം കണക്കുകളൊന്നും നിരത്താറില്ല. നേട്ടം കണ്ട കഥ പറയുമ്പോൾ കോട്ടം കണ്ട കഥ പറയാറില്ലല്ലോ. പറയില്ലെന്ന് മാത്രമല്ല, അറിയിക്കുകയുമില്ല. അതൊക്കെ രഹസ്യങ്ങളാണ്. അതിന്റെ ഇരകൾ ആയിട്ടുള്ള ആളുകൾ പറയുമ്പോഴാണ് നമ്മുടെ കണ്ണ് അങ്ങോട്ടൊന്ന് പായുക. തീർച്ചയായിട്ടും നമുക്കറിയാം, അവിടെ അങ്ങനെ കുറെ കുഞ്ഞുങ്ങൾ, ഇവിടെയോ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ കണ്ട് നാശത്തിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ഒരു സാഹചര്യം ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യകാരണങ്ങളെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എങ്ങനെ അവരെ രക്ഷിക്കാനാവും എന്ന ഒരു ചിന്ത ആണ് വേണ്ടത്. ടെക്നോളജിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അറിവിനെ അധ്യാപകരെ ആശ്രയിക്കേണ്ട കാര്യമില്ലാത്ത ഒരു ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിവ് കുട്ടികൾ സ്വയം ആർജിക്കുന്നതിന് ടെക്നോളജി അവരെ സഹായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി അറിവ് ആർജിച്ചു വരുന്ന മക്കളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അവരുടെ ആകാംക്ഷകളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകരും എക്വിപ്ഡ് ആവണം. പക്ഷെ പലപ്പോഴും അധ്യാപകർക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ കുട്ടികളുടെ മുമ്പിൽ പരിഹാസ്യരായി തീരുന്ന തരത്തിലാണ് അറിവിന്റെ ഒരു മഹാപ്രളയം ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്രയും അറിവ് വേണമെന്ന് അരുന്ധതി റോയി നമ്മളോട് ചോദിക്കണ്ടായി. ഈ അടുത്ത കാലത്താണ് അരുന്ധതി റോയുടെ പ്രസംഗത്തില് ഇത്രയധികം അറിവ് എന്തിനാണ് എന്നവർ ചോദിക്കുന്നത്. നമുക്ക് അത്രയധികം അറിയാൻ ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ ഉടനെ തന്നെ അറിവിന്റെ ലോകത്തിലേക്ക് കൂട്ടുകയും എല്ലാവരും ഇതിൽ നോക്കുന്നു, സോഷ്യൽ മീഡിയയിൽ നോക്കുന്നു, ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്തുന്നു, പിന്നെ അതിനുള്ള പ്രതിവിധികൾ അന്വേഷിക്കുന്നു. സത്യത്തിൽ ഈ അറിവ് എന്ന് പറയുന്നത്, അതിന്റെ അതിപ്രസരം എന്ന് പറയുന്നത് നമ്മളെ ഒരു നിശ്ചയമില്ലാത്ത മനുഷ്യരാക്കും. ഒരു നിശ്ചയവുമില്ല നമുക്കൊരു കാര്യത്തിൽ. ഇതാണോ അതാണോ, അങ്ങനെ സംശയാകുലരായ മനുഷ്യരെ സൃഷ്ടിക്കുന്നു അധികം അറിവ് എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന ഉപാധികൾക്ക് അപ്പുറത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധ്യത, അതിന്റെ ഏറ്റവും നല്ല സാധ്യതയും ഏറ്റവും ചീത്ത സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ പെട്ടുപോകുന്ന കുട്ടികൾ. അപ്പൊ അധ്യാപകരുടെ റോൾ എന്താണ്? വിജ്ഞാനം എന്ന് പറയുന്നത്
മറ്റു വഴിയിൽ ആർജിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും അധ്യാപകരുടെ റോൾ എന്ന് പറയുന്നത് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എങ്ങനെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാം എന്നുള്ളതിലേക്ക് അധ്യാപകരുടെ റോൾ വികസിക്കേണ്ടതുണ്ട്. അവരെ കണക്ക് പഠിക്കുകയും മലയാളം പഠിപ്പിക്കുകയും സയൻസ് പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ നല്ല മനുഷ്യനെ അല്ലെങ്കിൽ നല്ല മനുഷ്യ സ്ത്രീയെ സൃഷ്ടിക്കാം എന്നുള്ളതിലേക്ക് അധ്യാപകരുടെ ശ്രദ്ധയും ചിന്തയും സമയവും അധ്വാനവും ഒന്ന് കൂടുമാറേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതങ്ങനെ കൂടുമാറേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ അല്ലാതെയായി പോകുന്നു എന്നതുകൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തട്ടിയെടുക്കാനോ കൊല്ലാനോ അറപ്പ് നിന്നവരാകുന്നു, അക്രമവാസന അവരിൽ പെരുകുന്നു എന്ന് പറയുന്നതിനെ അത്ഭുതത്തോടുകൂടി കണ്ണുമുറിച്ച് കണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയാണ് കുട്ടികൾ അങ്ങനെ ആയിപ്പോയത് എന്നത് അന്വേഷിക്കുകയാണ് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് കാരണമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ അടുത്ത് വന്നിട്ടുള്ള സിനിമകൾ തന്നെ. ഇപ്പൊ സിനിമകളെ കുറ്റം പറയേണ്ട, സിനിമയിലെ നല്ലതൊന്നും നിങ്ങളെ സ്വാധീനിക്കുന്നില്ലേ എന്നൊരു മറുചോദ്യം ഒരു നടൻ ചോദിച്ചത് ഞാൻ ഇപ്പൊ എനിക്ക് ഓർമ്മ വരികയാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ എല്ലാ നന്മകളും മനുഷ്യരെ സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ സിനിമ കണ്ടു വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. എന്നെ പ്രേമിക്കാൻ പഠിപ്പിച്ചത്, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, എന്നെ സൗന്ദര്യം എന്തെന്ന് അറിയാൻ പഠിപ്പിച്ചത്, ലോകത്തെ അറിയാൻ പഠിപ്പിച്ചത്, അയൽപ്പക്കക്കാരനെ സ്നേഹിക്കണം എന്ന് അല്ലെങ്കിൽ ഉള്ളത് അവർക്ക് പങ്കുവെച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ചത്, ദാരിദ്ര്യം എന്ന് പറയുന്നത് കുറ്റമല്ല എന്നും ദരിദ്രനെ അല്ലെങ്കിൽ ദരിദ്ര ലോകത്തെ നമ്മൾ എങ്ങനെ കാണണം, ചേർത്ത് നിർത്തണം എന്നും, സമൂഹത്തിലെ സ്പർദ്ധ, ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലുള്ള സ്പർദ്ധ അത് നീക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സമൂഹ സ്പർദ്ധ ഇല്ലാത്ത ഒരു ലോകത്തെ സിനിമയിൽ സൃഷ്ടിക്കാം എന്നൊക്കെയുള്ള ഇന്റെ കാലഘട്ടത്തിലെ സിനിമ കാണലുകൾ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനമുണ്ട്. അന്നും സിനിമയിൽ കൊലപാതകങ്ങളൊക്കെ കാട്ടിയിരുന്നു, അന്നും ഒരു എന്താ പറയാ അക്രമങ്ങൾ കാട്ടിയിരുന്നു. പക്ഷെ അക്രമങ്ങളെ ഞങ്ങൾ സ്വാംശീകരിച്ചില്ല, മറിച്ച് നന്മകളെ സ്വാംശീകരിക്കുകയും ചെയ്തു. കാരണം അത് നിർമ്മിച്ച ഒരു രീതിയും അത് പ്രദർശിപ്പിക്കുന്ന രീതിയും എന്ന് പറയുന്നത് ഇന്നത്തേത് പോലെ ആയിരുന്നില്ല. വെറും ലാഭാധിഷ്ഠിത വ്യവസായം എന്നതിനേക്കാൾ അപ്പുറത്ത് കലാധിഷ്ഠിത വ്യവസായം എന്ന ഒരു വലിയ എന്താ പറയാ ഉത്തരവാദിത്വം അന്ന് എല്ലാ കലകൾക്കും ഉണ്ടായിരുന്നു. ലാഭാധിഷ്ഠിതം പിന്നീട് വരുന്നതാണ്, കലാധിഷ്ഠിതം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. കല എന്ന് പറയുന്നത് സമൂഹത്തെ നവീകരിക്കാൻ ഉള്ള ഒരു സംഗതിയാണ്. ഏത് കലയായാലും, ദൃശ്യകലകൾ പ്രത്യേകിച്ചും, നമ്മുടെ എല്ലാ ദൃശ്യകലകളും തന്നെ ഒരുപക്ഷെ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ അത്യുക്തിയോ അല്ലെങ്കിൽ ന്യൂനോക്തിയോ കാണിച്ചു തരുന്നവയാണ്. നമ്മുടെ സാധാരണ ജീവിതം സാധാരണ മട്ടിൽ പോകുമ്പോൾ അതിന്റെ അത്യുക്തി അതിനെ അധികമായി കാണിച്ചു പറയുക, അതല്ലെങ്കിൽ അതിനെ ചുരുക്കി കാണിക്കുക, ഇതാണ് കല ചെയ്യുന്ന കാര്യം. ഇതിന് കലയ്ക്ക് ലക്ഷ്യമുണ്ട്. അപ്പൊ കലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ ബോധപൂർവമല്ല അബോധപൂർവം സംസ്കരിക്കുന്നു, സംസ്കാരം നിർമ്മാണം നടക്കുന്നു. എഴുത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിന് നമ്മുടെ പഴയ കുട്ടികൃഷ്ണന്മാരാർ പറഞ്ഞിട്ടുണ്ട്, സംസ്കാര നിർമ്മിതിയാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. സാംസ്കാരിക നിർമ്മിതി നടക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഭാവതലങ്ങൾ ഉയരേണ്ടതുണ്ട്. ഭാവതലങ്ങളെ ഉയർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കലയിലൂടെ സാധിക്കേണ്ടത്. അക്രമവാസനയെ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതല്ല, കൊലയെ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതല്ല, മയക്കുമരുന്നിനെ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതല്ല. എങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ജന്മന ഉള്ള വാസനകളിൽ നിന്ന് നല്ല വാസനകളെ തെരഞ്ഞെടുത്ത് എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്? ഒരു എഴുത്തുകാരന്റെ ഒരു പ്രസിദ്ധമായ വാചകം ഞാൻ എൻ്റെ നോവലിന്റെ മുറ്റത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: എൻ്റെ വിശപ്പ് എനിക്ക് ഭൗതികമാണ്, അന്യന്റെ വിശപ്പ് എനിക്ക് ആത്മീയമാണ്. ഒരു എഴുത്തുകാരൻ അങ്ങനെയാണ് വിശപ്പിനെ വ്യാഖ്യാനിച്ചത്. എൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭൗതികമാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കഴിപ്പിച്ച് ഭക്ഷണം കഴിക്കണം, എൻ്റെ വിശപ്പാക്കണം. അന്യന്റെ വിശപ്പ് എനിക്ക് ആത്മീയമാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതകളെ കുറിച്ചുള്ള വേവലാതി ഞാൻ പേറുന്നു എന്നർത്ഥം. ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന മക്കൾക്ക് കഴിയില്ല. പുസ്തകങ്ങളിൽ മക്കൾ പെരുകുമ്പോഴാണ് സ്നേഹത്തെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ജന്തുസ്നേഹം ഉണ്ടാക്കാൻ ഉതകിയ ഒരു കഥ ബിന്ദുസാറിന്റെ കഥയായിരുന്നു.
ബിംബിസാറിന്റെ ആലയിലേക്ക് ആടുകളെ ആട്ടിത്തെറിച്ച് പോകുന്ന ഒരാടിന്റെ പിന്നാലെ ബുദ്ധൻ പോകുന്ന ഒരു കഥയാണ്. ബുദ്ധൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുന്നു. അപ്പൊ ബിംബിസാറിന്റെ അവിടേക്കാണ് പോകുന്നത്. എന്തിനാ ഈ ആടുകളെ കൊണ്ടുപോകുന്നത്? അദ്ദേഹം മുടന്തനായ ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് കയ്യിൽ വെച്ചതിന്റെ ഒരു ചിത്രം പാഠപുസ്തകത്തിൽ കുഞ്ഞിന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. നൊണ്ടിയായ ഒരു ആട്ടുകുട്ടി എന്റെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞു. അതിനെയും എടുത്തുകൊണ്ടാണ് ബുദ്ധൻ പോകുന്നത്. അവിടെ ചെല്ലുന്നു. ആടുകൾ അറുക്കാനാണ് കൊണ്ടുപോകുന്നത്, യാഗം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത്. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, ഈശ്വരനും ആത്മീയതയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് യാഗം ചെയ്ത ചോര വീഴ്ത്തിയാൽ ബിംബിസാറിന് ഉണ്ടാകാവുന്ന ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങളാണ് അത് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ബുദ്ധൻ അവിടെ ചെല്ലുകയും ആ ആട്ടിൻകുട്ടിയെ ബലികഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നതിനെ കുറിച്ച് ബിംബിസാറിനെ ബോധ്യപ്പെടുത്തുകയും ആ കൊല്ലല് ശരിയല്ല എന്ന ഒരു പാഠം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കഥ. അതല്ലെങ്കിൽ തന്റെ മടിയിൽ പറന്നു വീണ പ്രാവിനെ സിദ്ധാർത്ഥ രാജകുമാരൻ രക്ഷിക്കുന്ന ഒരു കഥ. അതുമല്ലെങ്കിൽ അതുപോലെ ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എന്നെ ആത്മാവിനെ കുത്തി നോവിക്കും എന്ന ഒരു കവിത. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന ഒരു പാഠം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പാഠങ്ങൾ കലയിലൂടെ എഴുത്തിലൂടെ കിടക്കുന്നതിനെ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സിലബസിന്റെ ആവശ്യം ഇല്ല. സിലബസിന് അതിന് കഴിയുകയും ഇല്ല. സിലബസ് ഇന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. സിലബസ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. സിലബസിനപ്പുറത്തേക്ക് മക്കളെ നല്ല മനുഷ്യരാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പഠിപ്പിക്കുന്നതിനേക്കാൾ, അതായത് കണക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ഒരു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്ന ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ. സാമൂഹ്യ യാഥാർത്ഥ്യം അതാണ്. സ്കൂളിന്റെ പരിസരത്ത് ഞാൻ മിഠായി വാരി തിന്ന കട എന്ന് പറഞ്ഞുകൊണ്ട് ശശി ഇവിടെ ഒരു അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ ശശി പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ മിഠായി വാരി തിന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരാണ് ഇതൊക്കെ എന്ന് പറയുന്നു. ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഈ സോമനയിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള തച്ചുകുന്നിൻ ഒട്ടുപാറക്കുന്നിന്റെ ചാരത്തുള്ള ഈ സ്കൂളിലെ വർഗപരമായിട്ടുള്ള വ്യത്യാസങ്ങളുള്ള വീടുകളും ജീവിത സമ്പ്രദായങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യം, അതിന്റെ ഇരുണ്ട അവസ്ഥ, അതിന്റെ ഭീകരമായിട്ടുള്ള ചില അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ പരാമർശിച്ചു പോയിട്ട് ദേശചരിത്രത്തെ വളരെ പൊളിറ്റിക്കലായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ലേഖനങ്ങളും ഇതിലെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു പെട്ടിക്കട അല്ലെങ്കിൽ ആ ഒരു സ്കൂള്, ആ സ്കൂളിന്റെ ഇന്നത്തെ രൂപം എന്ന് പറയുന്നത് ധാരാളമായ ഒളിഞ്ഞിരിക്കുന്ന ഒരു രൂപമാണ്. എൻ്റെ കുട്ടി ഒരു മിഠായി വാങ്ങി തിന്നാൽ അടുത്ത ദിവസം അത് തിന്നാൻ വേണ്ടി അവന് ആസക്തി തോന്നുന്ന എന്തോ ഒന്ന് വിൽക്കുന്ന വിറ്റുകൊണ്ടേയിരിക്കുന്ന, അങ്ങനെ പതിയെ അവരെ ഒരു ഇന്നത്തെ ഒരു വലിയ കഷ്ടകരമായിട്ടുള്ള ലഹരി ഉപയോഗത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളൊരു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് വിട്ടാൽ കുടുംബത്തിൽ ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റല്ലാതെ മക്കൾ എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്നവരാണ്. അവരെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാതാപിതാക്കൾക്ക് അറിയില്ല. ഞാനൊരു ഒറ്റ കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം. എൻ്റെ മകൾ പഠിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂള്, തൃശ്ശൂരിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനം, ഒരു ദിവസം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഒരു ദിവസം ഉച്ചയായപ്പോൾ 5 കുട്ടികളെ കാണാനില്ല. 5 പെൺകുട്ടികളെ കാണാനില്ല. ടീച്ചേഴ്സ് പരിഭ്രാന്തിയിലായി ഓടി അന്വേഷിച്ചു, എവിടെയും കാണാനില്ല. കുട്ടികൾ കുളിമുറിയിലൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കി, ഇല്ല. പുറത്തേക്ക് പോയിട്ടില്ല എന്ന് വാച്ച്മാൻ പറയുന്നു. അവസാനം നിന്നപ്പോൾ ഒരു ക്ലാസ് മുറി, അങ്ങ് വിദൂരതയുള്ള ഒരു ക്ലാസ് മുറി അടച്ചിട്ടിരിക്കുന്നു. അവിടെ പോയി ബലമായി മുട്ടി വിളിച്ചപ്പോൾ 5 പെൺകുട്ടികൾ അതിനകത്തുണ്ട്. അവർ ഈ സ്റ്റാമ്പ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്റ്റാമ്പ് എന്ന് പറയുന്നത് ലഹരിയുടെ ഒരു സംഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെയാണ് കണ്ടത്. ഇത് പെൺകുട്ടികളാണ്, ഇത് പുറത്തേക്ക് വിടാൻ പറ്റില്ല, പോലീസിനെ അറിയിച്ചു. ഇത് നമുക്ക് അവരുടെ ഓരോ പേരോ നാളോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം കുട്ടികളാണ്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ തെറ്റുകാരായി ജയിലിൽ അടക്കുകയല്ല, അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് വേണ്ടത്. ഈ രീതിയിലുള്ള ഒരു സമീപനം സ്കൂളിലും എടുക്കേണ്ടി വരുന്നു, അധികൃതർക്ക് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇത്രയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സ്കൂളിന്റെ ജോലി എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച് ജയിപ്പിച്ച് വിടുക എന്നതിനേക്കാൾ അപ്പുറത്ത് നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ
സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ സ്കൂളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജാതിയുടെ പേരിലുള്ള, മതത്തിന്റെ പേരിലുള്ള, വർഗത്തിന്റെ പേരിലുള്ള, അല്ലെങ്കിൽ ആണും പെണ്ണും എന്നുള്ള വിവേചനങ്ങൾ, ഈ വിവേചനങ്ങളില്ലാത്ത ഒരു ലോകം സ്കൂളിൽ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സുഖകരമായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം വിവേചനമില്ലാത്ത മനസ്സുള്ള അധ്യാപകർ പഠിപ്പിച്ചാൽ മതി. അത്രയുള്ള അതിനുള്ള വഴി. വിവേചനമില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് ആദ്യം വീടാണ്. നമുക്കറിയാം, വീട്ടിൽ നിന്നത് മനസ്സിലുണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാത്ത മനുഷ്യരെ, തുറവിയുള്ള മനുഷ്യരെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ മനസ്സിൽ എന്തിനെ കുറിച്ചെങ്കിലും വിവേചനം ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്നേഹമാണ്. ഇവന്റെ ജാതി എന്റെ ജാതിയല്ല എന്ന് പറഞ്ഞ് വെറുക്കാൻ തുടങ്ങിയാൽ സ്നേഹത്തിന്റെ നഷ്ടമാണ് അത്. സ്നേഹത്തിൽ നിലനിൽക്കാൻ പിന്നെ ആ സമൂഹത്തിന് സാധ്യമല്ല. നാഗലശ്ശേരി സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് വരുന്നത് NSS ക്യാമ്പിന് വേണ്ടിയാണ്. എങ്കിലും രണ്ടാമത് ഞാൻ വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സംഭവത്തിന്റെ തുടക്കത്തിൽ നാഗലശ്ശേരി സ്കൂൾ ഇടയായ ഈ സ്കൂളിന്റെ ക്ലാസ് മുറികൾ അതിനെ വേണ്ട അടിത്തറ ഒരുക്കി തന്ന ഒരു സമിതി കൂടിയാണ്. ഞങ്ങൾ പട്ടാമ്പി കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സ്ത്രീകളുടെ അന്നത്തെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയ്ക്കെതിരെ, സ്ത്രീധനം പോലെയുള്ള ദുരാചാരങ്ങൾ കൊണ്ട് കുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴേക്കും 3 മാസം ആകുമ്പോഴേക്കും മണ്ണൊഴിച്ച് തീപിടിച്ച് മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു, ഗ്യാസ് അടുപ്പ് ലീക്കാവുന്നു, മരിക്കുന്നു. എല്ലാ കൊലപാതകങ്ങളും ആത്മഹത്യയാണെന്ന് പറയുന്നു. അതിനൊന്നും തന്നെ കേസെടുത്താലും കണക്കില്ല, അതൊന്നുമില്ല, എല്ലാം നന്നായി പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ പട്ടാമ്പി കോളേജിലെ കുറച്ച് കുട്ടികൾ, വളരെ സാമൂഹ്യ ബോധമുള്ള കുറച്ച് കുട്ടികൾ ഇതിനെ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ആ വരവിൽ നിന്ന് തുടങ്ങി അവിടെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുകയുണ്ടായി. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്നുള്ള ആവശ്യവുമായി കൊണ്ടാണ് ആ പ്രസ്ഥാനം തുടങ്ങിയത്. മാനുഷി എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിന് ഞങ്ങൾ പേരിട്ടത്. ഈ മാനുഷി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെട്ട് അതിന്റെ മീറ്റിങ്ങുകൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെന്തോ ഭയങ്കരമായ ഒരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. 40 കൊല്ലം മുമ്പാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. 40 കൊല്ലം മുമ്പ് മാനുഷി നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അന്ന് നിലവിലുള്ള ആരും ചെയ്യാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ ചെയ്യുകയില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. പെൺകുട്ടികൾ തെരുവിലിറങ്ങുക, പെൺകുട്ടികൾ ജാഥ നയിക്കുക, തന്നെത്താനെ ജാഥ നയിക്കുക, പെൺകുട്ടികൾ പോസ്റ്റർ പശയും ഇതൊക്കെ കൊണ്ടുപോയിട്ട് പോസ്റ്ററുകൾ എഴുതി വെച്ചിരിക്കുക, പെൺകുട്ടികൾ അശ്ലീല സിനിമ പോസ്റ്ററുകൾ കണ്ടാൽ ഉടനെ നമുക്ക് അരിവാരി തേക്കുക, പെൺകുട്ടികൾ തെരുവ് തങ്കമണിയിൽ ഒരു പോലീസ് നരനായാട്ട് നടക്കുമ്പോൾ പെൺകുട്ടികൾ കൂട്ടമായിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വന്ന് ഇരിക്കുക, തങ്കമണിയിലെ നരനായാട്ടിന്റെ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് പിടിക്കുമ്പോൾ പെൺകുട്ടികൾ രാഷ്ട്രീയ പാർട്ടി ഓഫീസിലേക്ക് പോവുക, ഒരിക്കൽ അവരെ പീഡിപ്പിച്ചു, വീണ്ടും നിങ്ങൾ ചുമരമിൽ പീഡിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ഈ മാനുഷിയുടെ വളർച്ചയുടെ ഞങ്ങൾ വിചാരിച്ചു എല്ലാ സ്ത്രീകളും ഇതിനെപ്പറ്റി ബോധവതികളാക്കണം. അങ്ങനെ കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്കേ അറ്റം വരെയുള്ള 100ഓളം സ്ത്രീകൾ ക്ഷണിക്കപ്പെട്ടു. ആ സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് മീറ്റിംഗ് കൂടാനൊരു സ്ഥലം വേണം. പട്ടാമ്പി കോളേജ് വലിയ അവിടുത്തെ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങളുടെ കോളേജാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന കോളേജാണ്, തരികയാണ്. കാരണം നിങ്ങൾ നടത്തുന്നത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞു. അന്നത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു, അവിടെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു സ്ഥലമില്ല. ഞങ്ങൾ അവസാനം MG വാരുടെ മാഷ് കാര്യം പറഞ്ഞു. മാഷ് പറഞ്ഞു എൻ്റെ സ്കൂളിലേക്ക് പോയി, ഞാനാണ് അവിടെ സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം, നിങ്ങളുടെ ഒരു ദിവസത്തെ ക്യാമ്പ് നിങ്ങൾ അവിടെ നടത്തിക്കോളൂ, ആരോടും ഒന്നും പറയേണ്ടതില്ല, നിങ്ങൾ വരിക, നിങ്ങൾ ഈ ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തിപ്പോകുക. ഞങ്ങൾ വന്നു, വളരെ ഗംഭീരമായിട്ട് ആ മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിന് ശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പിരിഞ്ഞു പോയി 100ഓളം സ്ത്രീകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടാക്കിയ ചെറു ഗ്രൂപ്പുകൾ ആണ് ഇന്ന് പ്രബലമായി കഴിഞ്ഞിരിക്കുന്ന. ഇന്ന് എല്ലാ സ്ത്രീകൾക്കും ഒരുപക്ഷെ നട്ടല് നിവർത്തി നിൽക്കാൻ കെൽപ്പുള്ള, 4 വാക്ക് പറയാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ തങ്ങൾക്കുള്ള ഭരണഘടനാ അവകാശത്തെ പറ്റി വാദിക്കാൻ കെൽപ്പുള്ള പെൺകുട്ടികളെ സൃഷ്ടിക്കുന്നതിന് കാരണമായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അന്ന് മാഷ് കാണിച്ച ധൈര്യമുണ്ട്. കാരണം ഇതേ പ്രശ്നം ഞങ്ങളുടെ പിന്നാലെ പോലീസ് എപ്പോഴും ഉണ്ടായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ. കാരണം ഞങ്ങളിപ്പോൾ ഭയങ്കര അടിപൊളി നടത്താൻ പോവുകയാണ് എന്നുള്ള എന്നെയൊക്കെ വിടാതെ പോലീസ് പിന്തുടരുന്ന കാലമാണ്. അപ്പൊ അതേ പോലീസ് ക്യാമ്പ് നടക്കുമ്പോൾ ഇവിടെയും വന്നു. അപ്പൊ മാഷ് പറഞ്ഞു, ഇത് അട്ടിമറിക്കാനുള്ള പ്രസ്ഥാനമോ വിപ്ലവകരമായ സംഗതിയോ അങ്ങനെയുള്ളതൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ അമ്മക്കമ്മമാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സംഗതിയാണ്.
ഇതിന് വരുന്ന എന്ത് പ്രശ്നങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണ്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ. മാഷ് അത് കൃത്യമായി പഠിച്ചിരുന്നു. മാഷ് അത് കൃത്യമായി പഠിക്കുകയും അതിനൊരു ഉത്തരം കൊടുക്കുകയും ചെയ്തപ്പോൾ പോലീസ് എന്നാൽ ഞങ്ങൾ നോക്കാൻ തോന്നുന്നു. പോലീസിന് നോക്കാൻ പറ്റിയില്ല, മാഷ്ക്ക് നോക്കാൻ പറ്റി. അതാണ് അന്ന് ഇവിടെ നിന്ന് ആണ് കേരളത്തിന്റെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ ഒരു അടിത്തറ രൂപപ്പെടുന്നത്. നാഗലശ്ശേരി വാവനൂർ സ്കൂൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ പ്രിയപ്പെട്ട ഇടം ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ സമമാർക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ട് പറയാനോ വാദിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ത്രാണി തൻ്റെ ഇടം വീണ്ടും നിവർന്ന് നിൽക്കാൻ, ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്ന് പറയാൻ, ഞങ്ങൾ തുല്യരാണെന്ന് പറയാൻ, തുല്യ നീതിയെ പറ്റി സംസാരിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ഇവിടെ നിന്നാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു അഭിമാനം എനിക്കുണ്ട്. വാര്യമാഷയെ കുറിച്ചിട്ട് ഒരു ഗംഭീര ലേഖനം തന്നെ ഇതിലുണ്ട്, ദ ഗ്രേറ്റ് വാര്യർ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് ലേഖനങ്ങളിൽ മാസ്റ്റർ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ ചില സവിശേഷ വ്യക്തികൾ അങ്ങനെ ഉണ്ടാവും. ആ വ്യക്തിത്വത്തിന്റെ കീഴിൽ ഒരുപക്ഷെ വലിയ മാറ്റങ്ങളും ഉണ്ടാവും. എൻ്റെ മകൾ ഗീത ശശിയെ പ്രണയിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. പേഴ്സണലാണ് എങ്കിലും മാഷ് എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞമാരെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് മാനുഷ്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ മാഷ് മുന്നിൽ നിന്നില്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ സമയവും അതിന് സപ്പോർട്ട് തന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ്. നാടക പ്രസ്ഥാനം പട്ടാമ്പി കോളേജിൽ ഉണ്ടായിരുന്ന ക്യാമ്പസ് തിയേറ്റർ എന്ന് പറയുന്നത് മാഷ 2 മക്കളും സജീവമായിരുന്നു. ശശി ഒന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ശൈലജ പ്രീ ഡിഗ്രിക്കാണ്. ഈ 2 കുട്ടികളും നാടകത്തിൽ വലിയ കമ്പള്ളവരാണ്. പി ഗംഗാധരൻ, പുളിയപ്പറ്റ ഗംഗാധരൻ മാഷ് ഞങ്ങളുടെ കോളേജിലേക്ക്, പട്ടാമ്പി കോളേജിലേക്ക് പെരുന്തൽമണ്ണയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ അദ്ദേഹം നാടക പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് വലിയ ഒരു ആവേശം ഉണ്ടായിരുന്നു ക്യാമ്പസ് തിയേറ്റർ ഉണ്ടാക്കണമെന്നത്. ആ ക്യാമ്പസ് തിയേറ്റർ അവിടെ തുടങ്ങിയപ്പോൾ, നാടക പ്രവർത്തനം ഉണ്ടായപ്പോൾ ഇതേപോലെ തന്നെ രാത്രി റിഹേഴ്സൽ നടത്താൻ ഒരു സമയം കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് വിട്ടുപോകണം. രാത്രിയിൽ റിഹേഴ്സൽ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ കൂടിയിരുന്ന് സംസാരിക്കണമെങ്കിലോ ഒന്നും ഇടമില്ല. അവിടെ എല്ലാവരും കൂടി MG മാഷ വീട്ടിലേക്ക് വരും. വീട്ടിലെ ഭക്ഷണമുണ്ട്, വീട്ടിൽ ഇടമുണ്ട്, വീട്ടിൽ സൗഹൃദമുണ്ട്, വീട്ടിലെ അതിനു വേണ്ടി നിൽക്കുന്ന ഒരമ്മയും അച്ഛനുണ്ട്. ഈ നാടകം വിജയിപ്പിക്കാൻ വേണ്ടി പട്ടാമ്പി കോളേജിലെ ഏറ്റെടുത്ത ഒരു നാടകം വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരമ്മയും അച്ഛനുണ്ട്. ആ കുട്ടികൾ ഊണഴിക്കായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കും. ആ ഉപ്പിലിട്ട് കൊടുക്കൂ, കുട്ടികൾക്ക് അത് കൊടുക്കൂ, ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒരു വലിയ നഷ്ടമാണ് നമുക്ക്. എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഞങ്ങൾ കത്തോലിക്ക കുടുംബമാണ്, ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആ യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിലെ അതുവരെ ഡിഗ്രി വരെയും കോൺവെന്റ് സ്കൂളിൽ, കോൺവെന്റ് കോളേജുകളിലൊക്കെ പഠിച്ച, കോൺവെന്റ് സ്കൂളിലും കോൺവെന്റ് കോളേജിലും പഠിച്ചിട്ടുള്ള ഒരു കുട്ടി പട്ടാമ്പി കോളേജിലേക്ക് ആദ്യമായിട്ട് വരികയും ഒരു മിക്സ്ഡ് കോളേജിൽ ആദ്യമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നു. ആ കുട്ടി പ്രണയത്തിലാവുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പ്രണയിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ കുട്ടി പ്രേമിച്ചു. അപ്പോൾ പ്രേമിച്ചു എന്ന് മാത്രമല്ല, ഹിന്ദുവിനെ പ്രേമിച്ചു. അതിൽ പരം ഞങ്ങളുടെ കുടുംബത്തിലെ ഇടിയും മിന്നലും കാറ്റും, ഒരു സിനിമ വരുന്നുണ്ട്, ഇടിയും മിന്നലും കാറ്റും ഇനി വേറെ ഉണ്ടാവാനില്ല. ആ ഇടിയും മിന്നലും കാറ്റൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായി. ഇവിടെയാണ് ഉണ്ടാവേണ്ടത്. ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദു കുടുംബത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇടിമിന്നൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ ഇടിമിന്നലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രിയപ്പെട്ട വാര്യർ മാഷ് അദ്ദേഹത്തിന്റെ വാര്യർ കുടുംബങ്ങളിൽ പോയിട്ട് വിളിച്ച ക്ഷണപത്രിക ഇങ്ങനെയായിരുന്നു: എൻ്റെ മകൻ ശശി സാറ ജോസഫിന്റെ മകൾ ഗീതയുമായിട്ട് പ്രണയത്തിലാണ്. ആ കുട്ടിയോടെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. ഞാൻ അതിന് സമ്മതം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വരിക, നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പറയുന്നു. അദ്ദേഹത്തിന്റെ ക്ഷണപത്രിക അങ്ങനെയായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു, ശശിയൊക്കെ അന്ന് ആദർശത്തിന്റെ കൊമ്പത്ത് നിൽക്കുന്ന സമയമാണ്. കല്യാണം ചുരുക്കിയിട്ട് മതി, ആരും വേണ്ട ആരും വേണ്ട, ആഘോഷം വേണ്ട, താലികെട്ട് വേണ്ട, യാതൊന്നും വേണ്ട. ഒരു രക്തഹാരം അങ്ങനെയൊന്നും, ഒരു രക്തഹാരം കരുതുന്നു, ആ ലൈനിൽ മതി എന്നായിരുന്നു ശശിയുടെ. രക്തഹാരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതനുസരിച്ചിട്ട് കല്യാണം നിശ്ചയിക്കുന്നു. എൻ്റെ ചങ്ക് ഇടിച്ചിട്ടുള്ളതിനെ കണക്കൊന്നുമില്ല. കാരണം യാഥാസ്ഥിതിക കത്തോലിക്കലും മുറ്റത്ത് നിൽക്കുകയാണ്. എൻ്റെ മുറ്റത്ത് അകത്തേക്ക് കയറില്ല, ഒരൊറ്റെണ്ണ അകത്തേക്ക് കയറില്ല, അവിടെ നിൽക്കുകയാണ് ഈ പ്രതിഷേധവുമായിട്ട്. അപ്പച്ചൻ എൻ്റെ ഹസ്ബൻഡ് കൂട്ടിലിട്ട വെരുവിനെ പോലെ അങ്ങോട്ട് നടക്കുന്നു. തൻ്റെ ബന്ധുക്കളെയാണോ നോക്കുക അതോ കുട്ടിയാണോ നോക്കുക? 2 ധർമ്മസംഘം. ഈ സമയത്ത് ശശിയുടെ വീട്ടിൽ നിന്ന് ഒരു 6-7 വണ്ടിയിൽ
മനസ്സിലായി. എല്ലാ ഭാര്യമാരും കൂടി വരും, എല്ലാവരും ക്ഷണിച്ചവർ മുഴുവനും വരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളതിനൊന്നും കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും വന്നു, അതിൽ പങ്കെടുത്തു. ഒരൊറ്റ മനുഷ്യന്റെ വ്യക്തിപ്രഭാവം മാത്രമാണ് അതിന് കാരണം. അവർക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിലും ആ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം പറഞ്ഞതിലെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് സത്യത്തിൽ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിന്നുള്ള എല്ലാവരും തന്നെ അവിടെ എത്തിയത്. ശശിയുടെ അമ്മ എൻ്റെ വീടിന്റെ കഴുത്തിൽ ഒരു മാല ഇട്ടു. അതായിരുന്നു കല്യാണം. എന്നിട്ട് അവർ കുട്ടിയെ കൊണ്ട് പോവുകയും ചെയ്തു. ഇതിന് ഒരു അവസാനമുണ്ട്. ശശിയുടെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മയും അമ്മയുടെ അനിയത്തിയും 2 അമ്മമാര്, 2 വാത്സ്യാന്മാര്, തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കഴകൊക്കെ ആയിട്ട് ജീവിക്കുന്ന 2 സാത്വിക സ്ത്രീകൾ. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളായിട്ട് ഗീതമാണ്. ഗീതക്കുട്ടിയെ കാണണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അപ്പൊ നമ്മൾ എത്ര അർത്ഥശൂന്യമായിട്ടാണ് ഈ ജാതി, മതം, അതുപോലുള്ള വൈരാഗ്യം, വെറുപ്പ്, എൻ്റെ മതം നല്ലത്, നിന്റെ മതം ചീത്ത എന്നുള്ളതൊക്കെ നമ്മൾ എത്ര അർത്ഥശൂന്യമായിട്ടാണ് കലഹിക്കാൻ വേണ്ടി, സ്നേഹമില്ലാത്ത ലോകം സൃഷ്ടിക്കാൻ വേണ്ടി മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. നമ്മൾ അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വാര്യമാഷോട് അതേ ബഹുമാനത്തോടുകൂടിയാണ്, അതിയായ ബഹുമാനത്തോടുകൂടിയാണ്. ഒരുപക്ഷെ കല്യാണത്തിന് വിയോജിപ്പ് പറഞ്ഞെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് ഗീതയുടെ അപ്പച്ചൻ പെരുമാറിയിട്ടുള്ളത് അത്യധികം ബഹുമാനം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന് വലിയ നേട്ടമാണ്. ഈ സ്കൂളിന് അദ്ദേഹം വലിയ നേട്ടം ആയിരുന്നു എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്നും ഒരിക്കലും മങ്ങുകയില്ല. ഞാൻ മരിക്കുന്നിടത്തോളം എൻ്റെ മനസ്സിൽ നിന്ന് മങ്ങാത്ത ഏതെങ്കിലും ചിത്രമുണ്ട് എങ്കിൽ NG വാര്യർ മാഷുടെ ഒരു ചിത്രമാണ് സരസ്വതി സർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കാരം അറിയിക്കുന്നു. എനിക്ക് ഈ സ്കൂളുമായിട്ടുള്ള വൈകാരിക ബന്ധം അത്രമാത്രം ആഴത്തിലുള്ളതാണ്. അതിന് 40 ആണ്ടുകളുടെ പഴക്കമേ ഉള്ളൂ എങ്കിലും ഞാൻ ഇതിൽ പോകുമ്പോൾ ഈ സ്കൂൾ ഇങ്ങനെ മാറിയതൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിൽ ആ പഴയ സ്കൂള്, അതിൻ്റെ മൺമുറ്റം, അതിൻ്റെ ആ ഒരു എന്താ പറയുക നാടൻ അവസ്ഥ, പിന്നെ അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ സജീവമായിട്ട് നിലനിൽക്കുന്നു. സ്കൂളിൻ്റെ എല്ലാ പുരോഗതിയും ഒപ്പം ഞാനുണ്ട് എന്നറിയിച്ചു.